കോലത്തുനാടിനെയും കൊച്ചിയെയും കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. AD 1102 കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനെ തുടർന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. പലയിടങ്ങളിലായി സ്വതന്ത്രമായ അനേകം സ്വരൂപങ്ങൾ അഥവാ ചെറുകിട രാജ്യങ്ങൾ ഉയർന്നു വന്നു. ഇവയിൽ വേണാടിനു പുറമെ കോലത്തുനാടും കൊച്ചിയും കോഴിക്കോടുമാണ് പ്രാധാന്യമർഹിക്കുന്നവ. പ്രശസ്തരായ സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ ഉദയം കൊണ്ടു വളർന്ന കോഴിക്കോടിനെ കേന്ദ്രീകരിച്ചാണ് പോർച്ചുഗീസുകാരുടെ വരവും പിൻപുമുള്ള മധ്യ കേരളത്തിൻ്റെയും ഉത്തര കേരളത്തിൻ്റെയും ചരിത്രം നിലകൊള്ളുന്നത്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കും മുമ്പ് കോലത്തുനാടിൻ്റെയും കൊച്ചിയുടെയും ആവിർഭാവവും ആദ്യകാല ചരിത്രവും നോക്കാം. ഫസ്റ്റ് മൂഷക വംശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കോലത്തുനാടിൻ്റെ അഥവാ വടക്കേ മലബാർ ഉത്ഭവം എന്ന് പറയുന്നത് അജ്ഞാതമായിട്ടുള്ള ഉത്ഭവമാണ്. സംഘകാലത്ത് ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ആ പ്രദേശം ഉണ്ടായിരുന്നത്. ഏഴിമലയിലെ നന്ദനെ കുറിച്ചിട്ട് സംഘം സാഹിത്യങ്ങളിൽ കാണുന്നുണ്ട്. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഥവാ AD 800 to 1102 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ വടക്കേ മലബാറിലെ വയനാട് തലശ്ശേരി പ്രദേശങ്ങൾ കുലശേഖരന്മാരുടെ ആധിപത്യത്തിലായിരുന്നു. ഭാസ്കര രവിവർമ്മയുടെ തിരുനെല്ലി ശാസനങ്ങൾ ഇതിന് തെളിവാണ്. ഏഴിമലക്കടുത്ത് ആസ്ഥാനമുറപ്പിച്ചിരുന്ന മൂഷക വംശം എന്ന പേരിൽ ഒരു പ്രത്യേക രാജവംശത്തിൻ്റെ ഭരണത്തിലായിരുന്നു ചിറയ്ക്കൽ, കാസർഗോഡ് ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. നന്നൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കണം ഈ മൂഷകവംശ രാജാക്കന്മാർ. തരിസാപ്പള്ളി ശാസനത്തിലും ജൂതശാസനത്തിലും ഏറാൾ നാട്ടിലെയും വള്ളുവ നാട്ടിലെയും നാടുവാഴികളോടൊപ്പം മൂഷക രാജ്യത്തിലെ അഥവാ കോലത്തുനാടിലെ ഭരണാധികാരികളുടെ പേരില്ലാത്തതുകൊണ്ട് മൂഷക രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ഹിസ്റ്റോറിയൻസ് ഉണ്ട്. 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെയുള്ള മൂഷക രാജ്യ ചരിത്രം ഇതിവൃത്തമാക്കി രചിച്ചിട്ടുള്ള സംസ്കൃത മഹാകാവ്യമാണ് അതുലൻ്റെ മൂഷക വംശകാവ്യം. 11-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നാടുവാണ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂഷക രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു അതുലൻ. മൂഷക വംശത്തിൻ്റെ ഉത്ഭവത്തെയും ആദ്യകാല രാജാക്കന്മാരുടെ വിജയങ്ങളെയും വർണ്ണിക്കുന്ന ആദ്യ സർഗ്ഗങ്ങൾ ഐതിഹ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവസാന സർഗ്ഗങ്ങളിൽ മൂഷക വംശത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പ്രതിഫലിക്കുന്നു. മൂഷക രാജാക്കന്മാർ 11-ാം നൂറ്റാണ്ടുവരെ മക്കത്തായമാണ് പിന്തുടർന്നത് എന്നും അതിനുശേഷമാണ് അവർ മരുമക്കത്തായം സ്വീകരിച്ചത് എന്നും ഈ കാവ്യം തെളിയിക്കുന്നുണ്ട്. കാവ്യത്തിൻ്റെ ഒടുവിലത്തെ സർഗ്ഗങ്ങളിൽ വർണ്ണിക്കപ്പെടുന്ന ചരിത്രപുരുഷന്മാരിൽ വിക്രമരാമൻ, ജയമാനി, വല്ലഭൻ രണ്ടാമൻ, ശ്രീകണ്ഠൻ എന്നിവർ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. വിക്രമരാമൻ ശ്രീമൂലവാസം ക്ഷേത്രത്തെ കടൽക്ഷോഭത്തിൽ നിന്നും രക്ഷിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. വല്ലഭൻ രണ്ടാമൻ യുവരാജാവായിരിക്കുമ്പോൾ തന്നെ തൃച്ചംബരത്തെ വിഷ്ണു ക്ഷേത്രം പുതുക്കി പണിയിച്ചു. ഇദ്ദേഹത്തെയായിരുന്നു അന്നത്തെ മൂഷക രാജാവായിരുന്ന ജയമാനി കുലോത്തുംഗ ചോളൻ്റെ ആക്രമണകാലത്ത് ചേര സൈന്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അയച്ചിരുന്നത്. വല്ലഭൻ ചേര സൈന്യങ്ങളോട് ചേരുന്നതിന് മുമ്പ് പിതാവായ ജയമാനിയുടെ മരണവാർത്ത അറിയുകയും ഭരണാധികാരം പിടിച്ചെടുക്കാനുള്ള ശത്രുക്കളുടെ ശ്രമത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരും വഴി അദ്ദേഹം ശ്രീമൂലവാസത്തെ ബുദ്ധവിഹാരത്തിൽ ദർശനം നടത്തി. വല്ലഭൻ രാജ്യത്തിലെത്തി ശത്രുക്കളെ തോൽപ്പിച്ചു രാജാവായി. അദ്ദേഹമാണ് കില്ല നദീമുഖത്തിനു സമീപം മരാഹി, ഇന്നത്തെ മാടായി എന്ന നഗരം പണി കഴിപ്പിച്ചത്. ഇന്ന് നഗരമല്ല കേട്ടോ, അന്ന് നഗരമായിട്ടാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത്. അത് സമുദ്ര വാണിജ്യത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മറാഹിയാണ് പിൽക്കാലത്ത് മാടായി ആയിട്ട് മാറിയത്. വല്ലഭ പട്ടണം നിർമ്മിച്ചതും വല്ലഭനായിരുന്നു. ഉയർന്ന ഗോപുരങ്ങളാലും ഊക്കൻ കോട്ടകളാലും അദ്ദേഹം വല്ലഭ പട്ടണത്തെ സുരക്ഷിതമാക്കുകയും ചെയ്തിരുന്നു. വല്ലഭ പട്ടണം കാലക്രമേണ ഭാഷാ പരിണാമത്തിൽ വലയ പട്ടണവും വളർ പട്ടണവും ഇന്ന് വളപട്ടണവും ആയിട്ട് മാറി. വല്ലഭൻ അറബിക്കടലിലെ പല ദ്വീപുകളെയും സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗങ്ങളാക്കിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ലക്ഷദ്വീപി, മിനിക്കോയി, അമ്മേനി എന്നിവ അതിൽപ്പെട്ടതാണ്. വിജ്ഞാനത്തിൻ്റെ പ്രോത്സാഹകനായിരുന്നു അദ്ദേഹം. വല്ലഭനെ തുടർന്ന് രാജാവായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠപുരം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് എന്ന് കരുതപ്പെടുന്നു. ശ്രീകണ്ഠന് രാജധർമ്മൻ എന്നും പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു മൂഷക വംശകാവ്യത്തിൻ്റെ കർത്താവായിട്ടുള്ള അതുലൻ. ശ്രീകണ്ഠൻ്റെ ഭരണത്തിനു ശേഷം 2 നൂറ്റാണ്ട് കാലത്തേക്ക് മൂഷക രാജ്യത്തിൻ്റെ ചരിത്രം ശൂന്യമായി തന്നെ കിടക്കുകയാണ്. കോലത്തിരിമാർ. പഴയ മൂഷക രാജ്യം 14-ാം നൂറ്റാണ്ടിൽ കോലത്തുനാട് എന്നറിയപ്പെടുകയും കോലത്തിരിമാർ അഥവാ യൂറോപ്യൻ വിവരണങ്ങളിലെ കോലസ്ത്രീ എന്ന രാജാക്കന്മാർ അവിടെ ഭരണം നടത്തുകയും ചെയ്തു. കോലത്തിരിമാരെ പരശുരാമനോടോ ചേരമാൻ പെരുമാളിനോടോ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേരള മഹാത്മ്യത്തിലെയും അതുപോലെ തന്നെ കേരളോൽപ്പത്തിയിലെയും കഥകൾ അബദ്ധമാണ് എന്നാണ് പറയുന്നത്. പഴയ മൂഷക രാജാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാണ് കോലത്തിരി രാജാക്കന്മാർ.
13-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ കേരളം സന്ദർശിച്ച മാർക്കോപോളോ എഴുതിയ സഞ്ചാര വിവരണങ്ങളാണ് കോലത്തിരിമാരുടെ രാജ്യത്തെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ സത്യസന്ധമായ പരാമർശം കാണിക്കുന്നത്. അദ്ദേഹം കോലത്തിരിമാരെ പേര് പറഞ്ഞ് നിർദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു അധ്യായത്തിൽ അവരെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഏലി രാജ്യം കോലത്തുനാടാണെന്നതിൽ സംശയമില്ല. അദ്ദേഹം പറയുന്നത് ഏലി രാജ്യത്തിനെ കുറിച്ചിട്ടാണ്. അത് കോലത്തുനാടാണ് എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറയുന്നത് പടിഞ്ഞാറു മാറി കുമാരിയിൽ നിന്ന് 300 മൈൽ അകലെ കിടക്കുന്നത് ഏലി രാജ്യമാണ്. വിഗ്രഹ ആരാധനക്കാരാണ് അവിടുത്തെ ജനങ്ങൾ. അവർക്കൊരു രാജാവുണ്ട്. അവർ അന്യരാജാക്കന്മാർക്ക് വിധേയരല്ല. വിശേഷപ്പെട്ട ഭാഷയാണ് അവരുടേത്. ശരിയായ തുറമുഖങ്ങളൊന്നും ആ രാജ്യത്തിലില്ല. എന്നാൽ ആഴമേറിയ വിശാല നദീമുഖങ്ങളുണ്ട്. കുരുമുളകും ഇഞ്ചിയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ സമൃദ്ധമായി വിളയുന്നു. രാജാവ് സമ്പന്നനാണെങ്കിലും സൈനികമായി ശക്തനല്ല. ഈ രാജ്യത്തിലേക്കുള്ള മാർഗങ്ങൾ പ്രകൃത്യ ദുർഗമങ്ങളാണ്. ആകയാൽ രാജാവിനെ ആക്രമിക്കാൻ ആർക്കും സാധ്യമല്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ആരെയും ഭയവുമില്ല. അവിടുത്തെ നദീമുഖങ്ങളിലെത്തുന്ന മറുനാടൻ കപ്പലുകളിലെ ചരക്കുകൾ നാട്ടുകാർ പിടിച്ചെടുക്കാറുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചിട്ടും മാർക്കോപോളോ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തുടരുന്നു. മാൻസിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വേനൽക്കാലത്ത് ഇവിടെ വന്നു ചേരാറുള്ള കപ്പലുകൾ മണൽത്തിട്ടകളായി കിടക്കുന്ന നദീമുഖങ്ങളല്ലാതെ തുറമുഖങ്ങളില്ലായ്കയാൽ ചരക്കും കാത്ത് 6-8 ദിവസം കിടന്നിട്ട് തുടർന്ന് തങ്ങുന്നത് ആപൽക്കരമായകയാൽ കഴിയും വേഗം സ്ഥലം വിടുന്നു. കോലത്തുനാട്ടു രാജ്യം പരമാവധി വികസിച്ചപ്പോൾ വടക്ക് നേത്രാവതി നദി മുതൽ തെക്ക് കോരപ്പുഴ വരെയും കിഴക്ക് കുടകുമല തൊട്ട് പടിഞ്ഞാറ് അറബിക്കടൽ വരെയും അത് വ്യാപിച്ചിരുന്നു. കുമ്പള, നീലേശ്വരം, കോട്ടയം, കടത്തനാട് എന്നിവ കോലത്തുനാട്ടിൽപ്പെട്ടിരുന്ന നാടുകളാണ്. രാജകുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷാംഗമാണ് കോലത്തിരി എന്ന സ്ഥാനപ്പേരോടുകൂടി രാജ്യഭരണം നടത്തിയിരുന്നത്. തൊട്ടടുത്തുള്ള ഇളമുറക്കാർ തെക്കളംകൂർ, വടക്കളംകൂർ, നാലാംകൂർ, അഞ്ചാംകൂർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു പോന്നു. തെക്കളംകൂർ ആയിരുന്നു അടുത്ത രാജ്യാവകാശി. കോലത്തുനാടിൻ്റെ തെക്കുഭാഗത്തിൻ്റെ ഭരണകാര്യം നോക്കിയിരുന്നത് അദ്ദേഹമാണ്. 3-ാം മുറയായ വടക്കളംകൂറിൻ്റെ ചുമതലയായിരുന്നു വടക്കൻ സംസ്ഥാനത്തിൻ്റെ ഭരണം. 4-ാംകൂർ കുടുംബ കാര്യാധികാരിയായിട്ടു പ്രവർത്തിക്കുകയും 5-ാംകൂർ രാജാവിൻ്റെ അംഗരക്ഷകനായിട്ടും സേവനമനുഷ്ഠിച്ചു പോന്നു. രാജാക്കന്മാരുടെ കാലക്രമമനുസരിച്ച് കോലത്തുനാടിൻ്റെ ചരിത്രം ലഭിച്ചിട്ടില്ല. മികച്ച പണ്ഡിതന്മാരെന്ന നിലയിലോ അതുപോലെ തന്നെ പ്രശസ്തരായ ചുരുക്കം ചില രാജാക്കന്മാരുടെ പേരുകൾ മാത്രമാണ് സാഹിത്യകൃതികളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കോലത്തുനാട് വാണ പ്രസിദ്ധ രാജാവാണ് രാഘവൻ. ഭാഗവതത്തിന് കൃഷ്ണപതി എന്ന വ്യാഖ്യാനം എഴുതിയ രാഘവാനന്ദൻ ഇദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്നു. 1299 രചിക്കപ്പെട്ട അമോഘരാഘവം ചമ്പുവിൻ്റെ കർത്താവായിട്ടുള്ള ദിവാകരനും രാഘവൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. 1423 മുതൽ 1446 വരെ രാജ്യം ഭരിച്ചിരുന്ന കേരളവർമ്മ സാഹിത്യത്തെയും ശാസ്ത്രത്തെയും കാര്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. കീർത്തി കേട്ട പല പണ്ഡിതന്മാരും കവികളും അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. യുധിഷ്ഠിര വിജയത്തിന് പദാർത്ഥ ചിന്തനമെന്ന ആഖ്യാനം രചിച്ചിട്ടുള്ള രാഘവനും ശ്രീകൃഷ്ണ വിജയമെന്ന സംസ്കൃത കാവ്യത്തിൻ്റെ കർത്താവുമായ ശങ്കരനും ഇക്കൂട്ടത്തിൽ പ്രമുഖരാണ്. പള്ളിക്കുന്നുകാരായ ഇവർ രണ്ടുപേരും ഭാര്യന്മാരായിരുന്നു. 1443 അന്തരിച്ച ഇളമുറ രാജാവായിട്ടുള്ള രാമവർമ്മയാണ് ഭാരത സംഗ്രഹം എന്ന മഹാകാവ്യത്തിൻ്റെയും ചന്ദ്രിക കുലാപീഠം എന്ന നാടകത്തിൻ്റെയും കർത്താവ്. 1446 മുതൽ 1475 വരെ രാജ്യം ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കൊലത്തിരി കൃഷ്ണഗാഥക്കാരനായിട്ടുള്ള അഥവാ നമ്മളെ ചെറുശ്ശേരിയുടെ പുരസ്കർത്താവ് എന്ന രീതിയിൽ അനശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഉദയവർമ്മ ചരിതം എഴുതിയ രവിവർമ്മ 16-ാം നൂറ്റാണ്ടിലെ ഒരു കോലത്തുനാട്ടു രാജാവായിരുന്നു. പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ കോലത്തിരി കോഴിക്കോട്ടെ സാമൂതിരിയുടെ അധീനശക്തിയിൽ അമർന്നിരുന്നു. ഇനി പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ചിട്ട് നോക്കാം. പെരുമ്പടപ്പ് സ്വരൂപം അഥവാ കൊച്ചി രാജവംശം പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് രാഷ്ട്രീയ പ്രാമുഖ്യത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. എങ്കിലും അത് കുലശേഖര സാമ്രാജ്യത്തിൻ്റെ പതനത്തെ തുടർന്ന് പെട്ടെന്ന് ഒരു സ്വതന്ത്ര രാജവംശത്തിൻ്റെ പദവിയിൽ എത്തിയിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ഉത്ഭവം ഒരു നിഗൂഢ രഹസ്യമായി അവശേഷിക്കുകയാണ്. പെരുമ്പടപ്പുകാർ അമ്മ വഴി മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ പിന്തുടർച്ചക്കാരായിരുന്നു എന്നാണ് ഐതിഹ്യം. പെരുമ്പടപ്പിലെ അഥവാ പൊന്നാനി താലൂക്കിലെ ഒരു നമ്പൂതിരി അവസാനത്തെ മഹോദയപുര ചക്രവർത്തിയായിട്ടുള്ള രാമവർമ്മ കുലശേഖരൻ്റെ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കുലശേഖര സാമ്രാജ്യം ശിഥിലമായതോടെ രാമവർമ്മ കുലശേഖരൻ്റെ പുത്രൻ കുലശേഖരന്മാരുടെ രാഷ്ട്രീയാധികാരത്തിൻ്റെയും രാമവർമ്മയുടെ സഹോദരിയിൽ പെരുമ്പടപ്പിന് നമ്പൂതിരിക്ക് ജനിച്ചിട്ടുള്ള പുത്രൻ അവരുടെ മതപരമായ അധികാരത്തിൻ്റെയും അവകാശികളായിട്ട് മാറി.
അഥവാ കുലശേഖര സാമ്രാജ്യം ശിഥിലമായതോടെ രാമവർമ്മ കുലശേഖരൻ്റെ പുത്രൻ കുലശേഖരന്മാരുടെ ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ ആളായിട്ട് മാറി. രാമവർമ്മ കുലശേഖരൻ്റെ സഹോദരിക്ക് പെരുമ്പടപ്പ് നമ്പൂതിരിയിൽ ഉണ്ടായിട്ടുള്ള മകൻ അവരുടെ മതപരമായ അധികാരത്തിൻ്റെ അവകാശി അഥവാ കോവിലാളായിട്ട് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വഴിയിൽ വേണാട്ടു രാജവംശവും രണ്ടാമത്തെ വഴിക്ക് കൊച്ചി രാജവംശവും രൂപം കൊണ്ടു. കുലശേഖര പെരുമാൾ എന്ന ബിരുദം വേണാട്ടു രാജാക്കന്മാരും കോവിലധികാരികൾ എന്ന സ്ഥാനം കൊച്ചി രാജാക്കന്മാരും സ്വീകരിച്ചു എന്ന കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ പെരുമ്പടപ്പ് സ്വരൂപം ആസ്ഥാനമുറപ്പിച്ചിരുന്നത് വെന്നേരിയിൽ പെരുമ്പടപ്പു ഗ്രാമത്തിലെ ചിത്രകൂടത്തിലാണ്. എന്നാൽ പെരുമ്പടപ്പിലെ പ്രധാനിക്ക് മഹോദയപുരത്തും സ്വന്തമായൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. 13-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ സാമൂതിരി വള്ളുവനാട് ആക്രമിച്ചപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപം വന്നേരി കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് മഹോദയപുരത്തേക്ക് സ്ഥിരവാസമാക്കി. 1405 അഥവാ 15-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കൊച്ചിയിലേക്ക് മാറ്റും വരെ മഹോദയപുരം തന്നെയായിരുന്നു അവരുടെ ആസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി സാമൂതിരി തൃക്കണ്ണാമതിലകം പിടിച്ചെടുക്കുകയും തിരുവഞ്ചിക്കുളം ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാമൂതിരിയുടെ ആക്രമണപരമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടായിരിക്കാം കൊച്ചി രാജാവ് തൻ്റെ തലസ്ഥാനം സാമൂതിരിയുടെ ആക്രമണ മാർഗങ്ങളിൽ നിന്നും അകന്ന് കിടന്നിരുന്ന കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. 1341 പെരിയാർ നദിയിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ട് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന് അതിൻ്റെ വാണിജ്യം നഷ്ടപ്പെടുകയും കൊച്ചി ഒരു പ്രധാന തുറമുഖമെന്ന നിലയിൽ ഉയർന്നു വരികയും ചെയ്തു. ഈ സമയത്താണ് നമ്മൾ പറയുന്നത് വേപ്പിൻ ദ്വീപ് ഉടലെടുത്തത്. ഇത് തലസ്ഥാനത്തിൻ്റെ മാറ്റത്തിൽ ഇതും ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പുള്ള പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ചരിത്രം അവ്യക്തമാണ്. ശാസനങ്ങളിൽ നിന്നും സാഹിത്യകൃതികളിൽ നിന്നും ചില രാജാക്കന്മാരുടെ പേരുകൾ ലഭിക്കുന്നുണ്ട്. മഹോദയർ പട്ടണത്തിൻ്റെ മഹോദയപുരത്തിലെ പെരുകോവിലകത്ത് വെച്ച് ഇരവിക്കോർത്തിന് സ്ഥാനമാനങ്ങൾ അനുവദിച്ച് നൽകുന്ന വീരരാഘവ പട്ടയം ഒരു പെരുമ്പടപ്പ് രാജാവായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ വീരരാഘവ ചക്രവർത്തി പട്ടയപ്രകാരം മഹോദയപുരത്തെ ക്രിസ്ത്യൻ വ്യാപാരിയായ ഇരവിക്കോർത്തിന് മണിഗ്രാമ പട്ടവും ചേരമാൻ ലോക പെരുഞ്ചട്ടി എന്ന ബിരുദവും നൽകി. ഇവയ്ക്കു പുറമെ ഒട്ടേറെ വ്യാപാരാവകാശങ്ങളും വിദേശ വാണിജ്യത്തിൻ്റെ കുത്തകയുൾപ്പെടെ പല വിശേഷാധികാരങ്ങളും ഈ വർത്തക പ്രമാണിയായിട്ടുള്ള ഇരവിക്കോർത്തിന് പെരുമ്പടപ്പ് ചക്രവർത്തിയായിട്ടുള്ള വീരരാഘവൻ നൽകുന്നുണ്ട്. AD 1225 അഥവാ 13-ാം നൂറ്റാണ്ടിൽ എഴുതിക്കൊടുത്ത ഈ പട്ടയം കേരളത്തിലെ വാണിജ്യ ലോകത്ത് അന്ന് ക്രിസ്ത്യൻ സമുദായത്തിനുണ്ടായിരുന്ന സ്ഥാനത്തിനും പെരുമ്പടപ്പ് രാജാക്കന്മാരുടെ മതസഹിഷ്ണുതാ നയത്തിനും തെളിവാണ്. 14-ാം നൂറ്റാണ്ടിലുണ്ടായ ശുഖസന്ദേശം, ഉണ്ണിയാടി ചരിതം, ശിവവിലാസം, ബിഡനിദ്രാപാണം തുടങ്ങിയ സാഹിത്യകൃതികൾ പെരുമ്പടപ്പു സ്വരൂപത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കാൻ സൗകര്യം നൽകുന്നുണ്ട്. പെരുമ്പടപ്പ് സ്വരൂപത്തിലെ യുവരാജാവായിട്ടുള്ള രാമവർമ്മയും ഓടനാട്ടിലെ കേരളവർമ്മയുടെ പുത്രി ഉണ്ണിയാടിയും തമ്മിലുള്ള വിവാഹമാണ് ശിവവിലാസത്തിൻ്റെ ഇതിവൃത്തം. രാജകുമാരൻ തൻ്റെ മാതുലനും അന്നത്തെ രാജാവുമായ രാമവർമ്മയുമൊത്താണ് സ്വയംവരത്തിനെത്തിയത്. രണ്ടു രാമവർമ്മമാരുടെയും ഗുണഗണങ്ങളെ ശിവവിലാസകാരൻ പ്രകീർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ നാടുവാഴികൾക്കിടയിൽ പെരുമ്പടപ്പു രാജാവിനുണ്ടായിരുന്ന അതുല്യമായ പദവിയെക്കുറിച്ചിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ ഈ കൃതികളെല്ലാം സഹായിക്കുന്നവയാണ്. ശിവവിലാസത്തിലും മറ്റു ചില കൃതികളിലും കേരള ചക്രവർത്തി എന്നാണ് പെരുമ്പടപ്പു രാജാവിനെ കുറിച്ചിട്ട് പറയുന്നത്. ഈ ബിരുദം വെറുമൊരു ആചാരത്തെയും ക്ഷേത്ര ഭരണാധികാരത്തെയും മാത്രമാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയ അധികാര വ്യാപ്തിയെക്കുറിച്ചിട്ടല്ല. പെരുമ്പടപ്പു സ്വരൂപക്കാർ ഉയർന്ന ക്ഷത്രിയരും അമ്മ വഴിക്ക് മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ പിന്മുറക്കാരുമാണെന്ന കാര്യം അവർക്കു കേരളത്തിലെ നാടുവാഴികൾക്കിടയിൽ ഉയർന്ന പദവി നേടിക്കൊടുത്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജാതി വ്യത്യാസവും മരുമക്കത്തായും ഇക്കാലത്ത് കേരളത്തിൽ സുസ്ഥാപിതമായിട്ട് കഴിഞ്ഞിരുന്നു. പെരുമ്പടപ്പ് രാജാവിന് കോവിലധികാരികൾ എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായ അതിർത്തികളൊന്നും പരിഗണിക്കാതെ തന്നെ കേരളത്തിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ മേൽ അധികാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാധികാര പരിമിതിയെ ഈ ഉപചാര പദവിയും ക്ഷേത്രാധിപത്യവും നികത്തിക്കൊടുത്തിരുന്നു. ആരംഭത്തിൽ നന്നേ ചെറിയ രാജ്യം മാത്രമായിരുന്ന കൊച്ചിക്ക് യഥാർത്ഥത്തിൽ പേരിനു മാത്രമേ രാജപദവി ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചിയിലും സമീപദേശങ്ങളിലും തിരുവഞ്ചിക്കുളത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ അധികാരം, കൊച്ചി രാജാവിൻ്റെ അധികാരം. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ മധ്യ കേരളത്തിലെ രാഷ്ട്രീയാധിപത്യത്തിന് വേണ്ടിയുള്ള നീണ്ട മത്സരം സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ ആരംഭിച്ചു. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആഭ്യന്തര ശൈഥില്യം സാമൂതിരിയുടെ ആക്രമണ പദ്ധതികൾക്ക് സഹായകമായി. ഇക്കാലമായപ്പോഴേക്ക് പെരുമ്പടപ്പ് രാജവംശം മൂത്ത താവഴി, ഇളയ താവഴി, പള്ളുരുത്തി താവഴി,
മാടത്തുങ്കിൽ അഥവാ മുരിങ്ങൂർ താവഴി, ചാഴൂർ താവഴി എന്നിങ്ങനെ 5 താവഴികളായിട്ട് പിരിഞ്ഞിരുന്നു. ഓരോ താവഴിക്കും പ്രത്യേകം കുടുംബസ്ഥാനവും സ്വന്തം വസ്തുവകകളും സൈന്യവും ഉണ്ടായിരുന്നു. 5 താവഴികളിലും വെച്ച് പ്രായം കൂടിയ ആൾ രാജാവായിത്തീരും. എന്നാൽ അയാൾ വൃദ്ധനാകുമ്പോൾ അടുത്ത ആളിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുത്തിട്ട് ഹിന്ദുമത അധ്യക്ഷൻ എന്ന നിലയിൽ മതകാര്യങ്ങളും നോക്കി നടക്കണമെന്ന് ആയിരുന്നു ആചാരം ഉണ്ടായിരുന്നത്. ഈ പതിവ് സ്വരൂപത്തിലെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ രൂക്ഷമാക്കുകയും അധികാരമൊഴിഞ്ഞ രാജാവിൻ്റെ അഥവാ പെരുമ്പടപ്പ് മൂപ്പിൽ, ഇത്തരം രാജാക്കന്മാരെ പെരുമ്പടപ്പ് മൂപ്പിൽ എന്നാണ് പറഞ്ഞിരുന്നത്, അധികാരമൊഴിഞ്ഞ രാജാവിൻ്റെ ആജ്ഞാകാരികളും അതുപോലെ അധികാരമേറ്റ രാജാവിൻ്റെ പാർശ്വവർത്തികളുമായിട്ട് 2 വിരുദ്ധ ശക്തികൾ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്ന കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപം സ്വയം വിഘടിച്ച് തമ്മിൽ തല്ലുന്ന ചിത്രമാണ് ഉണ്ടായിരുന്നത്. അവർ സുശക്തരായിട്ടുള്ള സാമൂതിരിയുമായിട്ട് ഒരു ഉഗ്ര സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും കോഴിക്കോടിൻ്റെ പൊതുശത്രുക്കൾ എന്ന നിലയിൽ ഒത്തുചേർന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.